നാഗദേവതകൾക്ക് പ്രധാനമായിട്ടും അവർ അധിവസിക്കുന്ന വൃക്ഷങ്ങളുണ്ടാവും. അപ്പോൾ ഓരോ പറമ്പിലും ആഞ്ഞിലി, പ്ലാവ്, പാല ഇങ്ങനെ കറയുള്ള വൃക്ഷങ്ങളായിരിക്കും സന്നിവേശിക്കുക. അപ്പൊ അതിന്റെ സാന്നിധ്യം അവിടെ ആയിരിക്കും ഉണ്ടാവും. ഒരു മരം മുറിക്കുന്നതിന് മുമ്പ് ആ മരത്തിനോടും മരത്തിൽ അധിവസിക്കുന്ന നാഗചാമുണ്ടി ബാധയിൽ വന്നു കഴിയുമ്പോഴാണ് നമുക്ക് മെയിനായിട്ട് ഈ പറയുന്ന ബ്ലഡ് ക്യാൻസർ, ബ്രെയിൻ ട്യൂമർ ആ ഒരു പീക്ക് ടൈമിൽ ചേട്ടൻ ചെന്ന് ഒരു വില പറയും, അത് വാങ്ങിക്കാം. മനസ്സിലായല്ലോ? നാഗബന്ധനം സാധ്യമാണ്. അഴിക്കാൻ പറ്റുമോ? നാഗബന്ധനം നമുക്ക് ആവാഹിച്ച് മാറ്റാവുന്ന കാര്യമാണ്. അപ്പൊ ആദ്യം ബന്ധിക്കുക ചേട്ടന്റെ പഞ്ചേന്ദ്രിയങ്ങളായിരിക്കും. പഞ്ചേന്ദ്രിയം, മന്ത്രാന്തര, ഉപാസന, സേവ, സിദ്ധി ഇതെല്ലാം ബന്ധിക്കും. ഈ ഒരു ബന്ധനം വന്നു കഴിഞ്ഞാൽ പുറമേ നിന്നൊരു എനർജി നമ്മുടെ ശരീരത്തിലേക്ക് കയറില്ല. ഈശ്വരന്റെ ഒരു കടാക്ഷം വരണമല്ലോ. അപ്പൊ ചിലർ പറയാറുണ്ട് എന്നെ ഒന്നും ബാധിക്കണ്ട, ഞാൻ ഭദ്രകാളിയുടെ ആളാണല്ലോ. അങ്ങനൊക്കെ വെറും തോന്നലാണ്. ഇതിനേക്കാൾ വലിയ കർമ്മിമാര് മാരണപ്രയോഗം എന്നൊക്കെ പറയുന്ന പോലത്തെ പ്രയോഗത്തിലൂടെ തന്നെ പ്രയോഗിച്ചു കഴിഞ്ഞപ്പം മുസ്ലിം സ്ത്രീയാണ്, ഇവര് മുസ്ലിം സ്ത്രീയാണ്. ഗുരുതി ചോദിച്ചു എന്നെ അടിക്കാനാണ് പറഞ്ഞത്. എന്നെ അടിക്കാൻ എഴുന്നേറ്റ് വന്നപ്പോഴും ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. പിന്നെ നാഗദേവതകൾക്ക് പ്രധാനമായിട്ടും അവർ അധിവസിക്കുന്ന വൃക്ഷങ്ങളുണ്ടാവും. അപ്പോൾ ഓരോ പറമ്പിലും എല്ലാ ഭൂമിയിലും നാഗദേവതകളുടെ സാന്നിധ്യമുണ്ട്. അതായത് നമ്മൾ ജ്യോതിഷപ്രകാരം പറയുക, ഒരു ചവിട്ടടിയിൽ ഒരു ചാൻ സർപ്പം ഉണ്ടെന്നാണ് പറയുക. അപ്പം ഇങ്ങനെയുള്ള സർപ്പദേവകളും നാഗദേവതകളൊക്കെ കൂടുതലും അധിവസിക്കുക ഈ കറയുള്ള വൃക്ഷങ്ങളായിരിക്കും. ആഞ്ഞിലി, പ്ലാവ്, പാല ഇങ്ങനെ കറയുള്ള വൃക്ഷങ്ങളായിരിക്കും സന്നിവേശിക്കുക. അപ്പോൾ അതിന്റെ സാന്നിധ്യം അവിടെ ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഇങ്ങനെ പഴയ വൃക്ഷങ്ങൾ, നല്ല പഴക്കമുള്ള വൃക്ഷങ്ങളിലൊക്കെ ആയിരിക്കും ഇതിന്റെ സാന്നിധ്യമുള്ള വൃക്ഷങ്ങളൊക്കെ നമ്മൾ വെട്ടി മാറ്റി കഴിയുമ്പോൾ അതിന്റെ ശാപം നമുക്കുണ്ടാവും, അതിന്റെ ദുരിതം നമുക്കുണ്ടാവും. പല ആളുകളും പറഞ്ഞിട്ടില്ലേ, ഞങ്ങൾ വീട് വെച്ചു അതോടെ ഞങ്ങൾ നശിച്ചു എന്ന് പറയും. എന്താ ചെയ്യണം? ഇവര് വീട് വെക്കണ സമയത്ത് വീടിന്റെ പറമ്പിലുള്ള നല്ല മൂത്ത പ്ലാവോ ആഞ്ഞിലിയോ ഒക്കെ ഉണ്ടെങ്കിൽ അത് വെട്ടും. അവരൊന്നും നോക്കില്ല. അപ്പോൾ അതിനകത്ത് സാന്നിധ്യം ഉണ്ടോ ഇല്ലയൊന്നും നോക്കുന്നില്ല. അപ്പോൾ അങ്ങനെ നോക്കിയിട്ട് വേണം ശരിക്കും പറഞ്ഞെങ്കിൽ നമ്മൾ അതിന് സാന്നിധ്യം ഉണ്ടെങ്കിൽ അതിനെ വേറെ ഏതെങ്കിലും വൃക്ഷത്തിലേക്ക് മാറ്റുമോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കർമ്മങ്ങൾ ചെയ്തിട്ട് ജ്യോത്സ്യനെ കണ്ട് അതിന് സാന്നിധ്യം ഉണ്ടെങ്കിൽ അതിന് വേണ്ടുന്ന പരിഹാര കർമ്മങ്ങൾ ചെയ്തിട്ട് വേണം ആ മരം മുറിക്കാൻ. ഈ പെരുന്തച്ചൻ സിനിമയിലൊക്കെ പറയുന്നുണ്ട്, ഒരു മരം മുറിക്കുന്നതിന് മുമ്പ് ആ മരത്തിനോടും മരത്തിൽ അധിവസിക്കുന്ന പക്ഷി ലതാദികളോട് നമ്മൾ അനുവാദം ചോദിക്കണം. അത് തന്നെ നമ്മുടെ പൂർവികർ, ഇതൊന്നും അറിയാത്ത നമ്മുടെ ഈ പറയുന്ന ആദിവാസി സമൂഹമായാലും ഇവരായാലും പഴയ ആൾക്കാരാണെങ്കിലും ഒരു മരം മുറിക്കുന്നതിന് മുമ്പ് അതിന്റെ ചവിട്ടിൽ നിന്ന് അതിന്റെ മരത്തിനോട് പ്രാർത്ഥിച്ച് അതിന്റെ ചവിട്ടിൽ നിന്ന് മണ്ണെടുക്കും. മണ്ണെടുത്തിട്ട് ഈ മരത്തിൽ നിൽക്കുന്ന ഏതെങ്കിലും തരത്തിൽ സർപ്പ സാന്നിധ്യങ്ങളോ ഉണ്ട്, നാഗദേവതകളോ ഉണ്ടെങ്കിൽ ഈ വേറൊരു ഇന്ന മരത്തിലേക്ക് ഞാൻ മാറ്റുവാണ്, എനിക്ക് ഈ മരം മുറിക്കണം, എൻ്റെ ആവശ്യത്തിന് മുറിക്കുകയാണ്, അതുകൊണ്ട് എനിക്ക് മാറിത്തരണം എന്ന് പറഞ്ഞിട്ടാണ് അവർ മണ്ണ് മാറ്റി അപ്പുറത്ത് വേറെ ഏതെങ്കിലും വൃക്ഷത്തിന്റെ ചുവട്ടിലിടും. പറഞ്ഞ് മനസ്സിലായോ? അത് അവർ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഉപാസനയും സേവയും ബലമുള്ളവരാണ്. അവര് പൂർവ്വമായിട്ട് കർമ്മം ചെയ്യുന്ന ആൾക്കാരാണ്. പറഞ്ഞ് മനസ്സിലായോ? ഈ രാശി വെക്കാതെ ഒരാൾക്ക് എങ്ങനെയാണ് സർപ്പദോഷമുണ്ട്, ഇത് സർപ്പദോഷമാകാം എന്ന് ചിന്തിക്കുക? അതിന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? ലക്ഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിനായിട്ട് അത് നാഗദേവതകൾ എന്ന് പറയുന്നത് പ്രധാനമായിട്ടും നമുക്ക് 5 തരത്തിലാണ് നമ്മൾ പൂജിക്കുന്നത്. അതായത് ഉത്തമത്തിലുള്ള, നീചത്തിലുള്ള. ഉത്തമത്തിൽ എന്ന് പറയുന്നത് നാഗരാജ, നാഗേക്ഷി, സർപ്പേക്ഷി. നീചത്തിൽ വരുമ്പോൾ നാഗചാമുണ്ടി, കരനാഗേക്ഷി. അപ്പോൾ ഉത്തമത്തിലുള്ള നാഗദേവതകൾ ഈ പറയുന്ന പോലെ വരുമ്പം നാഗരാജ, നാഗേക്ഷി, സർപ്പേക്ഷിയൊക്കെ ആണെങ്കിൽ പ്രധാനമായിട്ട് കുടുംബകലമായിരിക്കും. ഭാര്യയും ഭർത്താവും ഒരുമിച്ച് ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടാവും. അപ്പം എത്ര നല്ല സാമ്പത്തിക ശേഷി ഉണ്ടായാലും എന്നും കൊന്നും അസ്വാരസ്യമായിരിക്കും. എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ വരെ നേരിട്ടുകൊണ്ടേയിരിക്കും. കുടുംബജീവിതത്തിൽ യാതൊരു സമാധാനവും ഉണ്ടാവില്ല. ഒരാൾക്ക് മറ്റൊരാളുടെ പുറമേ ഉള്ള ഒരു മൂന്നാമൊരാളുടെ താല്പര്യം തോന്നുന്നൊരവസ്ഥയൊക്കെ ഉണ്ടാവും. അത് ഈ നാഗദേവതകൾ ബാധയിൽ, ഉത്തമത്തിലുള്ള നാഗദേവതകൾ ബാധയിൽ വരുമ്പോൾ നമ്മൾ പ്രധാനമായിട്ട് കണ്ടുവരുന്നൊരു പോയിന്റാണ്. പിന്നെ നീചത്തിലുള്ളതാണെങ്കിൽ നാഗചാമുണ്ടി, കരനാഗേക്ഷിയൊക്കെ ആണെങ്കിൽ ഈ പറയുന്ന പോലെ ക്യാൻസർ പോലുള്ള രോഗങ്ങൾ, മാരകമായിട്ടുള്ള രോഗങ്ങൾ, അതിനകത്ത് നാഗചാമുണ്ടിയാണ് മെയിൻ. നാഗചാമുണ്ടി ബാധയിൽ വന്നു കഴിയുമ്പോഴാണ് നമുക്ക് മെയിനായിട്ട് ഈ പറയുന്ന ബ്ലഡ് ക്യാൻസർ, ബ്രെയിൻ ട്യൂമർ ഇങ്ങനെയൊക്കെയുള്ള ഈ രോഗങ്ങൾ, ക്യാൻസർ പോലുള്ള രോഗങ്ങൾ റിപ്പീറ്റഡ് ആയിരിക്കും. അതിപ്പോൾ ഇപ്പോൾ കീമോ കഴിഞ്ഞു, ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞു, വീണ്ടും വരിക, വീണ്ടും ട്രീറ്റ്മെൻറ്റ് എടുക്കുക, വീണ്ടും വരിക, ഇങ്ങനെ വന്നുകൊണ്ടേ റൊട്ടേഷൻ അടിച്ചുകൊണ്ടേയിരിക്കും. എന്താണ് ഈ നാഗചാമുണ്ടി കൺസെപ്റ്റ്? എന്താണ് നാഗചാമുണ്ടി എന്ന് പറയുന്നത്? നമ്മുടെ നാഗകാളി എന്ന് പറയുന്ന കൺസെപ്റ്റ് തന്നെ, ഭദ്രയുടെ ഒരു കൺസെപ്റ്റ് തന്നെയാണ് നാഗചാമുണ്ടി വരിക. കരനാഗേക്ഷി അതുപോലെ തന്നെ. ദേവതകളെ ആൺ പെൺ വ്യത്യാസത്തിലല്ലാതെ വേർതിരിക്കപ്പെട്ടിട്ടുണ്ട്. അതാണല്ലോ നാഗചാമുണ്ടി, കരനാഗേക്ഷി, സർപ്പേക്ഷി, നാഗേക്ഷി എന്ന് പറയുക. അപ്പം ഇതിനകത്ത് ഈ കരനാഗേക്ഷി എന്ന് പറയുന്ന ദേവതയാണ് മലബാരത്തിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചിരുന്നത്. അതായത് വിഷവൈദ്യ ചികിത്സയ്ക്കൊക്കെ പണ്ട് കാലത്ത് ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചിരുന്ന ദേവതയാണ് കരനാഗേക്ഷി. ഒരുപാട് ഗുണത്തിനും ഉണ്ട്, ഒരുപാട് ദോഷവും ചെയ്യുന്ന ദേവതയാണ്. പവർഫുൾ ദേവത തന്നെ. എല്ലാ ദേവതകളും പവർഫുൾ ആണ്. എങ്കിൽ പോലും നമുക്ക് മനുഷ്യന് ഏറ്റവും കൂടുതൽ ഉപകാരം ചെയ്തിരുന്ന ദേവതയാണ്. പക്ഷെ അത് അതിനേക്കാൾ ഡേഞ്ചറുമാണ്. വശ്യം പോലുള്ള കാര്യങ്ങൾക്ക് എല്ലാത്തിനും ഈ പറയുന്ന കരനാഗേക്ഷി ഉപയോഗിക്കാം. വശ്യത്തിൽ സർപ്പപൂജ ഉണ്ടോ? സർപ്പം ചെയ്യാം. കരനാഗേക്ഷി വെച്ച് വശ്യം ചെയ്യാൻ പറ്റും. പക്ഷെ ഈ പറയണ നാഗദേവത തിരിഞ്ഞു കഴിഞ്ഞാൽ മെന്റൽ പോലുള്ള ഇഷ്യൂസും ഉണ്ടാവും. കുടുംബജീവിതം ഉണ്ടാവില്ല. തൊട്ടതിന് പിടിച്ചതിനെല്ലാം ശത്രുക്കളുണ്ടാവും. പിന്നെ നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നമുക്ക് എവിടെ നോക്കിയാലും എങ്ങനെ നോക്കിയാലും നമുക്ക് ശത്രുക്കളായി മാറുന്നൊരവസ്ഥ ഉണ്ടാവും.
അയൽക്കാർ ശത്രുക്കൾ, ബന്ധുമിത്രാദികൾ ശത്രുക്കൾ, നമ്മുടെ ഓഫീസിൽ ജോലി ചെയ്യുന്ന ആൾക്കാർ ശത്രുക്കളായി മാറുക, ഇങ്ങനെയൊക്കെയുള്ള സംഗതികളുണ്ടാവും. പിന്നെ ഈ കരിനാഗിക്ഷയെ കൊണ്ട് തന്നെയാണ് നാഗബന്ധനം. മറ്റ് സർപ്പങ്ങളെ കൊണ്ട് ചെയ്യുമെങ്കിലും കരിനാഗിക്ഷയെ കൊണ്ടാണ് കൂടുതൽ നാഗബന്ധനം പോലുള്ള കർമ്മങ്ങൾ കണ്ടിട്ടുള്ളത്. ഈ സ്ഥല വിൽപ്പനയ്ക്കൊക്കെ നടക്കാതിരിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഭൂമി ബന്ധിക്കുക. ഇപ്പം ചേട്ടനിപ്പോൾ ഒരു ഭൂമി വേണം, പക്ഷെ അതിൽ ഭയങ്കര വിലയാണ്. ഇപ്പോൾ ചേട്ടന് പരിചയമുള്ളൊരു ജ്യോത്സ്യനുണ്ട്, പുള്ളിയോട് പറയാണ് അത് വേണം, എന്ത് ചെയ്തിട്ടില്ലാലും വേണ്ടിയില്ല, അത് വേണം, അതിനത് വിൽക്കരുതെന്ന് പറയാം. അപ്പം അയാൾ ആവശ്യക്കാരനാണ്, അയാളുടെ മകളുടെ വിവാഹം നടക്കാൻ പോകണം, അപ്പോൾ അയാൾക്ക് വിറ്റെങ്കിലേ പറ്റുള്ളൂ. അപ്പോൾ അത് വേറൊരാൾ വന്ന് മേടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ നാഗരനാഗേക്ഷിയെ കൊണ്ടോ നാഗചാമുണ്ടിയെ കൊണ്ടോ മറ്റേതെങ്കിലും നാഗങ്ങളെ കൊണ്ടോ ഒക്കെ ബന്ധിക്കാം. അതിൻ്റെ കൂടെ തന്നെ ബ്രഹ്മരക്ഷസ് അങ്ങനെയുള്ള ഏതെങ്കിലും മൂർത്തികളെ കൊണ്ട് നമുക്ക് ബന്ധിച്ച് കഴിഞ്ഞാൽ പിന്നീട് ആ സ്ഥലം വിൽപ്പന നടക്കില്ല. പറഞ്ഞു മനസ്സിലായി? അപ്പോൾ പിന്നീട് ആ ഒരു പീക്ക് ടൈമിൽ ചേട്ടൻ ചെന്ന് ഒരു വില പറയും, അത് വാങ്ങിക്കാം. മനസ്സിലായല്ലോ? നാഗബന്ധനം സാധ്യമാണ്. അഴിക്കാൻ പറ്റുമോ? നാഗബന്ധനം നമുക്ക് ആവശ്യ മാറ്റാവുന്ന കാര്യമാണ്. ഓക്കെ, ഞാൻ ചോദിക്കാൻ കാര്യം, തൃശ്ശൂരുള്ള നമ്മുടെ ഒരു പ്രേക്ഷക ഒരിക്കലും എന്നെ വിളിച്ചപ്പോൾ പറഞ്ഞു, ഒരു അത്യാവശ്യം നല്ല സാമ്പത്തിക ശേഷിയുള്ള വീട്ടിലാണ്, ഭൂസ്വത്തുക്കളുണ്ട്. അതിൽ കുറച്ച് ഭൂസ്വത്തുക്കൾ വിറ്റാൽ, ടൗണിൽ കിടക്കുന്ന കുറച്ച് വസ്തുക്കൾ വിറ്റാൽ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതിൽ നിന്ന് അവർ പ്രശ്നങ്ങളെല്ലാം തീർത്ത് വീണ്ടും പഴയപടി പ്രതാപത്തിലേക്ക് എത്താം. പക്ഷേ കൊന്നാൽ ഈ വസ്തുക്കൾ വിൽക്കാൻ പറ്റില്ല. അപ്പോൾ ഇവര് ആരുടെ അടുത്തൊക്കെ നോക്കിച്ചപ്പോൾ അവിടെ എന്തോ പ്രശ്നമുണ്ട്, എന്തോ ആരോ ചെയ്തിട്ടുണ്ട്, പക്ഷെ ഇത് അഴിച്ചെടുക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് അവരുടെ പ്രശ്നം. അവർക്ക് ഒരുപാട് ക്ഷേത്രങ്ങളിലൊക്കെ പോയി. അത് ഈ പറയുന്ന ബന്ധനങ്ങൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിക്കുന്ന കാര്യം പറഞ്ഞു. ക്ഷേത്രങ്ങളിൽ പോകാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശത്രുക്കൾ മെയിനായിട്ട് ഇപ്പം ഈ ആളിനെ നോക്കും. ഇപ്പം ചേട്ടൻ ക്ഷേത്രങ്ങളായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ഒരാളാണെന്ന് വിചാരിക്കുക. അത്യാവശ്യം എല്ലാ ക്ഷേത്രങ്ങളിലും പോകുന്ന ആളാണ്, ഇതിൻ്റെ അത്യാവശ്യം കുറച്ച് കാര്യങ്ങൾ അറിയാവുന്ന ഒരാളാണ്. അപ്പം ചേട്ടനെ കൊണ്ട് കുറച്ച് മനസ്സിലാക്കുന്ന കർമ്മി. അപ്പോൾ ആദ്യം ബന്ധിക്കുക ചേട്ടൻ്റെ പഞ്ചേന്ദ്രിയങ്ങളായിരിക്കും. പഞ്ചേന്ദ്രിയം, മന്ത്രതന്ത്ര, ഉപാസന, സേവ, സിദ്ധി, ഇതെല്ലാം ബന്ധിക്കും. ബന്ധിച്ച് കഴിഞ്ഞാൽ പിന്നീട് ചേട്ടൻ ഒരു ക്ഷേത്രത്തിൽ പോയിട്ട് ചോറ്റാനിക്കരയിലും കൊടുങ്ങല്ലൂരായാലും എവിടെ ഒരു പവർ പോയിന്റിൽ ചെന്ന് പ്രാർത്ഥിച്ചാലും നമുക്ക് റിസൾട്ട് ഉണ്ടാവാത്തൊരവസ്ഥ ഉണ്ടാവും. കാരണം ഈ ഒരു ബന്ധനം വന്നു കഴിഞ്ഞാൽ പുറമേ നിന്നൊരു എനർജി നമ്മുടെ ശരീരത്തിലേക്ക് കയറില്ല. ഈശ്വരൻ്റെ ഒരു കടാക്ഷം വരണമല്ലോ, പറഞ്ഞു മനസ്സിലായില്ലേ? അത് ആ ബന്ധനം വന്നു കഴിഞ്ഞാൽ പിന്നീട് പുറമേ നിന്നൊരു എൻട്രി ഉണ്ടാവില്ല. അതോടൊപ്പം നമ്മൾ ഏത് മന്ത്രം ജപിച്ചാലും അതിന് റിസൾട്ട് ഉണ്ടാവാത്ത അവസ്ഥയുണ്ടാവും. ഇപ്പോൾ ഉപാസന, സേവ, സിദ്ധികളൊക്കെ ഉള്ളവർ ഇപ്പം ഈ ചില ആളുകൾ രാശിയൊന്നും വെക്കാതെ സിദ്ധി കൊണ്ട് മാത്രം അത് കണ്ണടച്ച് പിടിച്ചിട്ട് എൻ്റെ മുന്നിൽ ഇരിക്കുന്ന ആരാണ് എന്താണെന്നൊക്കെ കൃത്യമായിട്ട് പറയും. അതവരുടെ സിദ്ധിയാണ്, അവർക്ക് കിട്ടുള്ള സിദ്ധിയാണ്. ഈ പറയുന്ന ബന്ധനമൊക്കെ ഒരു വ്യക്തിക്ക് വന്നു കഴിഞ്ഞാൽ പിന്നീട് അയാൾ ഒന്നും പറയില്ല. മനസ്സിലായോ? അപ്പം പലർക്കും അബദ്ധം പറ്റുന്നത് അവിടെയാണ്. ആദ്യം ഉപാസന സേവയൊക്കെ എടുക്കുന്ന സമയത്ത് നല്ല രീതിയിൽ മുന്നോട്ട് പോകും. പിന്നീട് അവൻ്റെ ശത്രുക്കളിൽ നിന്ന് മനസ്സിലാക്കി കഴിഞ്ഞ് കഴിയുമ്പോൾ ആദ്യം ബന്ധിക്കുന്നത് അവൻ്റെ ഉപാസന, സേവ, സിദ്ധി, പഞ്ചേന്ദ്രിയങ്ങൾ, ഇതെല്ലാം ബന്ധിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതോടെ നിന്നു. പിന്നീട് അവൻ എടുക്കുന്ന ഉപാസനയുടെ സേവയിലൊന്നും മുന്നോട്ട് അവന് പോകാൻ പറ്റത്തില്ല, അടുത്ത തലത്തിലേക്ക് പോകാൻ പറ്റത്തില്ല. അല്ലെങ്കിൽ അതിനകത്ത് ഉണ്ടാവുന്ന ബെനിഫിറ്റ്സ് അവന് കിട്ടാതെ പോകും. ഇതൊക്കെ സോർട്ട് ഔട്ട് ചെയ്യാൻ പറ്റും. ഇതൊക്കെ സോർട്ട് ഔട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ഇത് പൂജാതി കർമ്മങ്ങൾ ചെയ്യുന്നതും ഈ ഇതിനകത്ത് നിൽക്കുന്നതായിട്ടുള്ള ആളുകൾക്ക് മെയിനായിട്ട് വരുന്ന പ്രശ്നങ്ങളാണ് ഈ പറയുന്ന പഞ്ചേന്ദ്രിയങ്ങളുടെ ബന്ധനം, മന്ത്രതന്ത്ര, ഉപാസന, സേവ, സിദ്ധി, ഇങ്ങനെയുള്ള ബന്ധനങ്ങളൊക്കെ വരുന്നത് സ്വാഭാവികമായിട്ട് നടന്നു പോകുന്ന കാര്യങ്ങളാണ്. ഇത് തന്നെ നമ്മുടെ പൂജയിൽ റാൻഡമായിട്ട് ഞാൻ പറഞ്ഞു പോവാം. അതായത് തമിഴ്നാട്ടിലെ പ്രശസ്തമായിട്ടുള്ളൊരു മുസ്ലിം പള്ളി, അപ്പം ആ പള്ളിയിൽ നെഗറ്റീവ്സിനെ എടുത്തുകൊണ്ടിരുന്ന സ്ത്രീയുണ്ട്. ഇപ്പം ആരോട് ചെന്ന് ചോദിക്കുക എൻ്റെ ഇന്നാര് എന്നെ ഇപ്പോൾ എവിടെ നിൽക്കുന്നതെന്ന് ചോദിച്ചാൽ അവർ കണ്ണടച്ച് പിടിച്ചിട്ട് പറയും ഇന്നാർ ഇന്നെടുത്ത് ഇപ്പോൾ ഉണ്ടെന്ന് പറയും. അത്രയും സിദ്ധിയുള്ളവരാണ്. ബാധ വരത്തില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോലും അവരുടെ സിദ്ധി ഉപയോഗിച്ചിട്ട് അതിനെ ബന്ധിച്ച് അവിടെ കൊണ്ടുവരും. ലാസ്റ്റ് അവസാന നിമിഷം വന്നപ്പോഴത്തേക്കിന്